ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് ദോശ, ഉഴുന്ന് ദോശ. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിച്ചിരുന്നത്. ഇതിനു വേണ്ടി 1 കപ്പ് ഉഴുന്ന് ഞാനിവിടെ 8 മണിക്ക് മുമ്പേ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 3 കപ്പ് പച്ചരിയും കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചോറാണ്. 1.5 കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാനിതാ ഇവിടെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ചോറും കൂടി ഒന്നിച്ചാണ് ഇപ്പോൾ ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ 2 ബാച്ചോ, നിങ്ങളുടെ മിക്സഡ് ജാറ് വലുതാണെങ്കിൽ ഒന്നിച്ച് തന്നെ അരക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2 or 3 ബാച്ചാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ചോറും പച്ചരിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തു. അതായത് നന്നായി ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കലക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ രാവിലെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നല്ല പോലെ പതപ്പിച്ചെടുക്കണം. ഇങ്ങനെ പതപ്പിച്ചെടുത്താൽ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരികയും ചെയ്യും. ഇതാ ഇപ്പോൾ ഓവർനൈറ്റാണ് ഞാൻ വെച്ചത്. രാവിലെയായി നല്ല പോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പുളിയൊന്നുമില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ അല്പം ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് തുടച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ദോശ പരത്തിയെടുക്കാം. മാവ് നല്ല പോലെ പതഞ്ഞ് വന്നത് കൊണ്ട് തന്നെ മാവ് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഓൾസൊക്കെ വീണിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഏകദേശം 30 സെക്കൻഡ്, കൂടുതൽ സമയമൊന്നും വേണ്ട, നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. വീണ്ടും നമുക്ക് ബാക്കിയുള്ള മാവിൽ എല്ലാം കൂടി ചുട്ടെടുക്കണം. നിങ്ങൾക്ക് ഈ മാവ് പരത്തിയെടുക്കുന്ന സമയം തന്നെ കാണുന്നുണ്ടാവും ഓൾസൊക്കെ നന്നായിട്ട് വീഴുന്നുണ്ട്. ഇത് മാവ് പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഓൾസൊക്കെ വീഴുകയുള്ളൂ. ഇനി ഞാൻ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മക്കൾക്കൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ ആരോഗ്യത്തിന് നല്ലതാണ്, ടേസ്റ്റും കിട്ടും. ഇനി നമുക്ക് ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഈസിയായിട്ട് അറിയുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും നന്നായിട്ട് ദോശ ഉണ്ടാക്കാൻ അറിയാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ദോശയുടെ മാവ് പുളിച്ച് പൊങ്ങാതാവലും ദോശ നല്ല ഹാർഡായി പോകലൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത്. തണുപ്പുള്ള കാലങ്ങളിലാണെങ്കിൽ ഒരു പാത്രത്തിൽ ചൂട് വെള്ളം എടുത്ത് അതിൻ്റെ മീതെ ഈ ദോശമാവിൻ്റെ പാത്രം വെച്ചാൽ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള റിപ്ലൈ നൽകുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും കാണണം. ഞാൻ പറഞ്ഞ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും കമൻസും അറിയിക്കണം. ഇനിയും നല്ല നല്ല വീഡിയോസുമായി കാണാം. ബൈ ബൈ.